വയനാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ച ജെൻസന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വൈകിട്ട് 3 മണിക്കാണ് സംസ്കാരം. മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനുശേഷം മാണ്ടൂരിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുമെന്നും ജെൻസന്റെ സഹോദരൻ പറഞ്ഞു. ഇപ്പോൾ പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് അവിടുന്ന് നേരെ ഓഡിറ്റോറിയം, അതായത് ആണ്ടൂർ ഉള്ള ഗ്ലോറിയ വയനാട് എന്നുള്ള ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുകയും അവിടുന്ന് പൊതുദർശനത്തിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ശുശ്രൂഷപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് എടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുള്ള നടപടികളുമാണ്. സമയം നമ്മളിതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. സമയം എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള പൊതുദർശനം ഗ്ലോറിയ ആണ്ടൂർ തന്നെ വീടിന് തൊട്ടടുത്തിൽ 200 മീറ്റർ പരിധിയിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തത്. പള്ളിയും എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഇതെല്ലാം ഉള്ളത്. വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ. ആ നൊമ്പരം ഒരുപക്ഷെ സംസ്ഥാനത്തിന് ഇനിയും നൊമ്പരത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. ശ്രുതിയെ ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തീർച്ചയായും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്നും ജെൻസന്റെ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷം പിന്നീട് ബത്തേരിയിലുള്ള താലൂക്ക് ആശുപത്രിയിലായിരിക്കും ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുക. അതിനുശേഷമാണ് പിന്നീട് പൊതുദർശനത്തിനുണ്ടാവുക. പൊതുദർശനത്തിന് ശേഷം പിന്നീട് വീട്ടിലേക്ക് എത്തിക്കും. അതായത് ജെൻസന്റെ വീട്ടിലേക്ക്, അമ്പലവയലുള്ള ജെൻസന്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആണ്ടൂർ വീട്ടിലേക്ക് എത്തിക്കും. അവിടുന്ന് പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം പിന്നീട് ഏകദേശം 3 മണിയോടെ പള്ളിയിൽ, തൊട്ടപ്പുറത്തുള്ള ദേവമാതാ പള്ളിയിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു വിഷമത നിറഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രുതി, തങ്ങളുടെ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതി, അച്ഛനും അമ്മയും അടക്കം കുടുംബത്തിലെ 9 പേരാണ് ശ്രുതിക്ക് നഷ്ടമായത്. ആ ഒരു സമയത്തും ശ്രുതിക്ക് ഒപ്പമുണ്ടായിരുന്നത് ഈ ജെൻസനാണ്. തൻ്റെ ശ്രുതിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ജെൻസന്റെ കരങ്ങളുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് പിന്നീട് ശ്രുതി ജീവിച്ചു പോന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു അപകടം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് സംഭവിക്കുന്നത്. അതായത് വാനും, ജെൻസനാണ് ഈ വാൻ ഓടിച്ചിരുന്നത്. ആ ഓടിച്ച വാനും മറ്റൊരു സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അത്തരത്തിൽ അപകടം നടന്നതിന് ശേഷം ആളുകൾ ഓടിക്കൂടി വാനിൽ നിന്നും വാന് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്. ജെൻസനും ശ്രുതിയും അടക്കം 9 പേരാണ് ഈ വാനിലുണ്ടായിരുന്നത്. ജെൻസന് ആ ഒരു സമയത്ത് തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് ജെൻസനെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക്, മേപ്പാടിയുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം പിന്നീട് ശ്രുതിക്കും ചെറിയൊരു പരിക്കേറ്റു. ശ്രുതിക്ക് കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. അവിടെ 2 ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. ഇനിയും ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ തൻ്റെ പ്രിയതമൻ അപ്പുറത്തുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ പ്രിയതമൻ സുഖമായി തിരിച്ചു വരുമെന്നുള്ള ഒരു ആശ്വാസത്തിനാണ് ശ്രുതിയുള്ളത്. എന്നാൽ രാവിലെ മുതൽ, കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന രാത്രി മുതൽ ഇന്നലെ രാവിലെ മുതൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു ഡോക്ടർമാരാകെ ഉണ്ടായിരുന്നത്. ഒരു മെഡിക്കൽ സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വലിയ രീതിയിലുള്ള ചികിത്സകൾ നടത്തി, അത്തരത്തിൽ കൃത്യമായ പരിചരണം നടത്തി. പക്ഷേ ജെൻസനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. ഏകദേശം ഇന്നലെ ഉച്ചയോടെ ജെൻസന്റെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് CPR നൽകി തുടർന്ന് ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് ജെൻസൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് തലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പരിക്കേറ്റിരുന്നു. ഇന്റേണലായിട്ടുള്ള വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം നടന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഗുരുതരമായ പരിക്കുകളാണ് ജെൻസൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം ജെൻസനെ അത്രയും നേരമെങ്കിലും ജീവൻ പിടിച്ചു നിർത്താൻ സാധിച്ചത്. ആ വെന്റിലേറ്ററിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ആശുപത്രിയിൽ എടുക്കുക എന്ന് ചെയ്യുന്നത് പോസിബിൾ അല്ല എന്നുള്ളത് അടക്കമുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ സൂപ്രണ്ട് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് 8:50 ജെൻസൻ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വൈകിട്ട് 3 മണിക്ക്.